മലേഗാവ് സ്ഫോടന കേസിലെ പ്രതികളെ മുഴുവൻ മുംബൈ NIA സ്പെഷ്യൽ കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ്. നമ്മൾ ഇൻസൈറ്റിൽ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. 2008 നടന്ന മലേഗാവ് സ്ഫോടന കേസിലെ മുഴുവൻ പ്രതികളെയും കോടതി വിട്ടയച്ചിരിക്കുകയാണ്. അന്ന് അവിടെ മരണപ്പെട്ട 6 പേർ, പരിക്കേറ്റ നൂറുകണക്കിന് ആളുകൾ, അവർക്ക് നീതി കിട്ടിയോ എന്നതാണ് ചോദ്യം. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. മുൻ MP പ്രഗ്യാ സിംഗ് ഠാക്കൂർ അടക്കമുള്ള പ്രമുഖ BJP നേതാക്കൾ ഉൾപ്പെട്ട പ്രതികളെ എല്ലാവരെയും മലേഗാവ് സ്ഫോടന കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ്. ഈ വിധിയെ പ്രാഥമികമായി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധി വരുന്ന ദിവസം തന്നെയാണ് വേറൊരു കേസ് എന്ന് വെച്ചാൽ കേരളത്തെ സംബന്ധിച്ച് ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലായ കേസിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു കാര്യം പറയുന്നത്, ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കും, അത് സംബന്ധിച്ചുള്ള ഉറപ്പ് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ വിധി വരുന്ന ദിവസം തന്നെയാണ്. അപ്പോൾ ജുഡീഷ്യറിയിൽ എങ്ങനെയാണ് ഭരണകൂടം ഇടപെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കാണാം. കാരണം അത്ര ഉറപ്പോടുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് ഒരു ജുഡീഷ്യൽ പ്രോസസ്സിൽ ഇവർക്ക് ജാമ്യം കിട്ടും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഉറപ്പ് പറയാമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ വരും ദിവസങ്ങളിൽ ആ ജാമ്യം കിട്ടുകയാണെങ്കിൽ ആ ഉറപ്പ് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരുപക്ഷെ പഠിക്കാൻ പറ്റിയേക്കും. ഇതാണ് ഒരു ജുഡീഷ്യൽ പ്രോസസ്സായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റുക. അതിൻ്റെ ഒരു തുടർച്ചയിലാണ് ഈ വിധി വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. മലേഗാവിൻ്റെ കാര്യത്തിൽ അത് ജുഡീഷ്യറിയുടെ പ്രശ്നമായിക്കൊള്ളുന്നില്ല, ആ ജുഡീഷ്യൽ പ്രോസസ്സിൻ്റെ പ്രശ്നവും ആകാം, അല്ലെങ്കിൽ ആണ്. അങ്ങനെയാണ് ആ കേസ് 2014 ശേഷം ഈ കേസിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. അന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന രോഹിണി സല്യാൻ തന്നെ ഇത് പറയുന്നുണ്ട്. ഈ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം NIA ഉദ്യോഗസ്ഥർ വന്ന് പ്രതികളുടെ കാര്യത്തിൽ അവരെ വല്ലാതെ ദ്രോഹിക്കാത്ത വിധത്തിൽ, അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ വേണം കാര്യങ്ങൾ നടത്താൻ എന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന രോഹിണി സല്യാൻ തന്നോട് പറഞ്ഞു എന്ന് അവർ പറയുന്നുണ്ട്. അതിനുശേഷം അവരെ ആ പദവിയിൽ നിന്നും മാറ്റുന്നുണ്ട്. അത് മാത്രമൊന്നുമല്ല, അവിടെ മുതൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂർ അടക്കമുള്ള ആളുകളെ ആദ്യം പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് പിന്നെ കോടതിയിൽ നടക്കാത്തതുകൊണ്ട് ആണ് പ്രഗ്യാ സിംഗ് ഠാക്കൂറും ഈ കേണൽ ശ്രീകാന്ത് പ്രസാദ് പുരോഹിതും രമേശ് ഉപാധ്യായയും സന്ദീപ് ഡാംഗെയും അങ്ങനെയൊക്കെ അടങ്ങുന്ന 7 പേര് വിചാരണയ്ക്കെങ്കിലും നിൽക്കേണ്ടി വന്നു. വിചാരണ കൂടാതെ തന്നെ അവസാനിപ്പിക്കാനായിരുന്നു സത്യം പറഞ്ഞാൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ ശ്രമങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ്. അപ്പോൾ ഏത് വിധത്തിലൊക്കെ കോംപ്രമൈസ് ചെയ്യാമോ, അതെങ്ങനെയൊക്കെയാണ് കോംപ്രമൈസ് ചെയ്യേണ്ടത്, അതൊക്കെ നടന്നിട്ടുണ്ട് ഈ കേസിൽ. ATS ഇതിൽ ഈ മഹാരാഷ്ട്ര ഓർഗനൈസ്ഡ് ക്രൈം കൺട്രോൾ ആക്ട് ചുമത്തിയിരുന്നു, സംഘടിത കുറ്റകൃത്യങ്ങൾ തടയൽ നിയമം ചുമത്തിയിരുന്നു. സംഘടിത കുറ്റകൃത്യങ്ങൾ തടയൽ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡ്രാക്കോണിയൻ നിയമമാണ്, അതിൽ യാതൊരു സംശയമില്ല. അതിലൊരു വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയുന്ന മൊഴി, ആരോപണ വിധേയനായ വ്യക്തി അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുക്കുന്ന മൊഴി തെളിവായി സ്വീകരിക്കാം എന്നുള്ളതാണ് ഈ സംഘടിത കുറ്റകൃത്യങ്ങൾ തടയൽ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഗതി. ആ നിയമം ചുമത്തിയിരുന്നുവെങ്കിൽ ഇവർ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞ മൊഴി തെളിവായി സ്വീകരിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുമായിരുന്നു. NIA 2014 ചെയ്ത അന്വേഷണം, 2014 ശേഷം NIA ചെയ്ത പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർഗനൈസ്ഡ് ക്രൈം കൺട്രോൾ ആക്ട്, അത് ഈ കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള പണിയാണ് അവരെടുത്തത്. അവസാനം അത് ഒഴിവാക്കിയിട്ടാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. അപ്പം തന്നെ അത് കൃത്യമായിരുന്നു. ഇത് രോഹിണി സല്യാനിനെ പോലുള്ള സമ്മർദ്ദം, ഈ ഓർഗനൈസ്ഡ് ക്രൈം കൺട്രോൾ ആക്ട് ഒഴിവാക്കൽ, ഇതൊക്കെ ചെയ്തപ്പോൾ തന്നെ വളരെ കൃത്യമായിരുന്നു ഇത് എവിടെയാണ് എത്താൻ പോകുന്നത് എന്നുള്ളത് വളരെ വളരെ കൃത്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്വാഭാവികമായ പരിണതി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, കോടതി വിധിന്യായത്തിൽ പറയുന്ന വേറെ ചില കാര്യങ്ങളൂടെ നമ്മളിവിടെ ഓർക്കണം. ഈ പ്രധാനപ്പെട്ട തെളിവെന്ന് പറഞ്ഞാൽ ഈ ബോംബ് വെച്ച മോട്ടോർ ബൈക്കാണ്. അത് പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റെ പേരിലുള്ളതാണ് എന്നുള്ളതായിരുന്നു ATSൻ്റെ കണ്ടെത്തൽ. അതേ തുടർന്നാണ് ഈ അറസ്റ്റൊക്കെ നടക്കുന്നത്. ആദ്യം പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ അറസ്റ്റ് ചെയ്യുന്നു, പിന്നെ അവിടെ നിന്ന് കേണൽ ശ്രീകാന്ത് പുരോഹിതിലേക്ക് എത്തുന്നു, പിന്നെ രമേശ് ഉപാധ്യായയിലേക്ക് എത്തുന്നു. അവരുടെ ഓഫീസുകളിൽ നിന്ന് കണ്ടെടുത്ത ലാപ്ടോപ്പിലെ വിവരങ്ങൾ അനുസരിച്ചിട്ടാണ് ബാക്കി അന്വേഷണങ്ങൾ നടക്കുന്നത്. ആ ലാപ്ടോപ്പിൻ്റെ ട്രാൻസ്ക്രിപ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ തെളിവായിട്ട് കോടതിയുടെ മുമ്പിലുണ്ടായിരുന്നു. ആ ട്രാൻസ്ക്രിപ്റ്റൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അമ്മാതിരിയാണ് അതിൻ്റെ പ്ലാനിങ് ഒക്കെ നടക്കുന്നത്. അവിടെ നിന്നാണ് ഈ സന്ദീപ് ഡാംഗെ, രാമചന്ദ്ര കൽസാങ്കരെ, അതിൽ രാമചന്ദ്ര കൽസാങ്കരെ എന്ന് പറഞ്ഞ ആളെ ഇതേവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെ ഇതേവരെ ട്രയലിന് കൊണ്ടുവന്നിട്ടില്ല, അല്ല ജീവനോടെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല.
അപ്പോൾ ഇങ്ങനെ കുറേ ആളുകളിലേക്ക് എത്തുന്നത്, അവരൊക്കെ എങ്ങനെയാണ് ഇതിൽ ഇൻവോൾവ് ആയി എന്നുള്ളതിനെക്കുറിച്ച് എത്തുന്നത്, ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഇതൊക്കെ കോടതിയുടെ മുമ്പാകെ ഉണ്ടായിരുന്നു. ഇതൊന്നും കോടതി തെളിവായി സ്വീകരിച്ചിട്ടില്ല. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നിപ്പോൾ ടെലിഫോൺ റെക്കോർഡ്സ് കോടതിയുടെ മുമ്പ് കണ്ടിരുന്നു. കോടതി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഔദ്യോഗികമായ അനുമതിയോടുകൂടെ റെക്കോർഡ് ചെയ്ത ടെലിഫോൺ റെക്കോർഡ്സ് അല്ല. ഔദ്യോഗികമായ അനുമതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഹാരാഷ്ട്രയിലാണ്, മഹാരാഷ്ട്ര ചീഫ് സെക്രട്ടറി അപേക്ഷ കൊടുത്ത് ആഭ്യന്തര സെക്രട്ടറിയുടെ അനുമതിയോടുകൂടെ വേണം ഫോൺ ചോർത്താൻ. അങ്ങനെയല്ല ഇത് ചോർത്തിയിരിക്കുന്നത്, അതുകൊണ്ട് ഇത് സ്വീകരിക്കാൻ പറ്റില്ല. കോടതിയുടെ മുമ്പിൽ നിയമപ്രകാരം അത് ശരിയാണ്, അങ്ങനെ സ്വീകരിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം പറയുന്നത് UAPAക്ക് അനുമതി, UAPA ചുമത്തിയിട്ടുണ്ട്. UAPA ചുമത്തണമെങ്കിൽ കൺസേൺഡ് സർക്കാരിൻ്റെ അനുമതി വേണം. അപ്പോൾ ആ അനുമതി വാങ്ങിയതും വേണ്ട രീതിയിലല്ല. ശരിയാണ്, നിയമപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ അനുമതി വാങ്ങേണ്ടതാണ്, അത് വാങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് സംഗതിയും സ്വീകാര്യമല്ല എന്നുള്ളതാണ് കോടതിയുടെ നിലപാട്. അത് കഴിഞ്ഞ് ഈ മോട്ടോർ ബൈക്കിൻ്റെ ചേസിസ് നമ്പറില്ല, അല്ലെങ്കിൽ അവിടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വ്യാജമായിരുന്നു, പിന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് ഷാസിയുടെ നമ്പറോ അല്ലെങ്കിൽ അതിൻ്റെ എൻജിൻ നമ്പറോ ഒക്കെ നോക്കിയിട്ടാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതൊക്കെ ഉരച്ച് കളഞ്ഞിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ഭാഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ അന്ന് പറ്റിയിരുന്നു. അത് വെച്ചിട്ടാണ് പ്രഗ്യാ സിംഗ് ഠാക്കൂറിലേക്ക് ഹേമന്ത് കർക്കറയുടെ നേതൃത്വത്തിലുള്ള ATS എത്തുന്നത്. അപ്പോൾ അതിന് പക്ഷേ അവസാനത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ ഷാസിയുടെ നമ്പറൊന്നും കാണാനില്ല എന്നുള്ള മട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് അതുകൊണ്ട് തന്നെ ഇത് പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റെതാണ് എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി പറയുന്നു. എന്നിട്ട് കോടതി പറയുന്നൊരു കാര്യമുണ്ട്, ഈ സ്ഫോടനം നടക്കുന്നതിന് 2 വർഷം മുമ്പ് തന്നെ ഇവർ അവരുടെ ഭൗതിക ജീവിതം വിട്ട് ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരുന്നു എന്ന് കോടതി പറയുന്നുണ്ട്. ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എത്ര പേർ, അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്ന് അവകാശപ്പെട്ട എത്രയോ പേർ നമ്മുടെ രാജ്യത്ത് നീതിന്യായ സംവിധാനങ്ങൾക്ക് മുമ്പിൽ പല കേസുകൾ, കൊലപാതകത്തിന്, ബലാത്സംഗത്തിന്, സാമ്പത്തിക തട്ടിപ്പിന്, മറ്റേ എന്താ പറയുക ഇല്ലിസിറ്റ് ലിക്കറിൻ്റെ കടത്തിന് ഒക്കെ പ്രതിസ്ഥാനത്ത് നിന്നിട്ടുണ്ടെന്ന് കോടതിക്ക് അറിയാത്തതല്ല. മഹാരാഷ്ട്രയുടെ തൊട്ടപ്പുറത്തുള്ള ഗുജറാത്തിൽ ആൾദേവുമായിരുന്ന ഒരു ചങ്ങാതി ഇല്ലിസിറ്റ് ലിക്കർ കടത്ത് കഴിഞ്ഞിട്ട്, അല്ല പേര് ഞാൻ മറന്നുപോയി, ഈ അന്നത്തെ അക്കാലം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു ആൾദേവാണ്. അദ്ദേഹം അറസ്റ്റിലാവുന്നു. കൊലപാതകത്തിനും ബലാത്സംഗത്തിനും ഒക്കെയാണ് അറസ്റ്റിലായിട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആത്മീയ പരിവേഷമുള്ള എത്രയോ ആളുകൾ ഇങ്ങനെ, നമ്മുടെ സായിബാബയ്ക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ എത്രയായിരുന്നു നമുക്കറിയാം, കൊലപാതകം അടക്കമുള്ള ആക്ഷേപങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരിക്കുകയാണ് പ്രഗ്യാ സിംഗ് ഠാക്കൂർ എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാഥുറാം ഗോഡ്സെയെ ആദരിക്കാൻ ഇപ്പോഴും മടി കാണിക്കാത്ത ഒരു വ്യക്തി ഈ സംഭവം നടക്കുമ്പോൾ തന്നെ സന്യാസ ജീവിതം സ്വീകരിച്ചിരുന്നു എന്ന് കോടതി പറയുന്നു. അപ്പോൾ ഇത് രണ്ട് രീതിയിലുള്ള, അതായത് കേസിൻ്റെ നടത്തിപ്പിൽ 2014 ശേഷം നടന്ന അട്ടിമറിയുണ്ട്, പ്രോസിക്യൂഷനും അന്വേഷണത്തിന് തെളിവ് സമർപ്പിക്കുന്നതിലൊക്കെ നടന്ന അട്ടിമറിയുണ്ട്. അതോടൊപ്പം കോടതിയുടെ മനോഭാവത്തിലുള്ള പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് പ്രാഥമികമായിട്ട് അതിൽ തോന്നുന്നൊരു കാര്യം. 2008 മലേഗാവ് സ്ഫോടനത്തിന് 2 വർഷം മുമ്പ് 2006 മലേഗാവിൽ തന്നെ ഒരു സ്ഫോടനം നടക്കുന്നുണ്ട്. പിന്നെ ആ സമയത്ത് യു പി എ സർക്കാർ ഭരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് സ്ഫോടനങ്ങൾ നടക്കുന്നു. അജ്മീർ സ്ഫോടനം നടക്കുന്നു, മക്ക മസ്ജിദിൽ സ്ഫോടനം നടക്കുന്നു, സംജോത എക്സ്പ്രസ്സിന് സ്ഫോടനം നടക്കുന്നു. ഈ സമയത്തൊക്കെ ഒരു ഇസ്ലാമിക തീവ്രവാദം എന്നർത്ഥത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നു. പിന്നീട് ATSന്റെയും ഹേമന്ത് കർക്കറുടെ ശ്രമഫലമായിട്ടാണ് ഇങ്ങനെ അഭിനവ് ഭാരത് എന്നൊരു സംഘടനയിലേക്ക്, പ്രഗ്യാ സിംഗ് ഠാക്കൂറിലേക്ക്, നിരവധി ഈ ഒരു ഈ സംഘപരിവാര സംഘടനകളിലേക്ക്, ഹിന്ദുത്വ ഭീകരവാദത്തിലേക്കൊക്കെ ഇത് പോകുന്നത്. അപ്പോൾ നിലവിൽ ആ ഒരു ഇസ്ലാമിക തീവ്രവാദം എന്നതിൽ നിന്ന് മാറി ഇതൊരു ഹിന്ദുത്വ തീവ്രവാദം എന്നതിലേക്ക് തന്നെ ഇതിൻ്റെ ഒരു നരേഷൻ പോയിട്ടുണ്ടല്ലോ, അതിനെങ്ങനെയാണ്? അല്ല, ആ നരേഷൻ പോയത് അത് ഭയങ്കര കൗതുകരവും പഠിക്കേണ്ടതോ. കാരണം വെച്ചാൽ ഈ 2006 സ്ഫോടനം പറഞ്ഞത്, 2006 സ്ഫോടനം നടന്നതിന് ശേഷം ഉണ്ടായിരുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ നിരോധിക്കപ്പെട്ട സംഘടനയായ സിമിയാണ്, സിമിയുടെ പ്രവർത്തകരാണ് എന്നുള്ള ആക്ഷേപമാണ് അന്നുണ്ടായിരുന്നത്. അന്ന് കുറേ ആളുകൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു, മുസ്ലിം ചെറുപ്പക്കാരായിട്ടുള്ള കുറേ ആളുകൾ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരൊക്കെ നിരോധിക്കപ്പെട്ട സിമിയുടെ പ്രവർത്തകരാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു, അവർ ജയിലിലടച്ചു, ദീർഘകാലം അവർ ജയിലിൽ കഴിഞ്ഞു. അവസാനം 2010 സ്വാമി അസിമാനന്ദ എന്ന് അറിയപ്പെടുന്ന വേറൊരു ഹിന്ദുത്വ ഭീകരവാദിയുടെ കുറ്റസമ്മത മൊഴി മജിസ്ട്രേറ്റിന് മുമ്പിൽ വരുമ്പോഴാണ് 2006 സ്ഫോടനം പോലും ഈ ശൃംഖലയുടെ ഭാഗമായി നടന്നതാണ്, ഹിന്ദുത്വ ഭീകരവാദ ശൃംഖലയുടെ ഭാഗമായി നടന്നതാണെന്ന് അറിയുന്നത്. എന്നിട്ട് 2006 മലേഗാവ് സ്ഫോടനത്തിൽ അറസ്റ്റിലായി വിചാരണ കാലത്ത് ജയിലിൽ കഴിഞ്ഞ ആളുകൾ മുഴുവൻ എന്താ പറയുക ഈ കേസിൽ നിന്ന് ഒഴിവായിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടെ ഓർക്കേണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ,
ഇപ്പോൾ സാലിം പറഞ്ഞല്ലോ, ഇത് നടക്കുന്ന സമയത്ത് UP ആയിരുന്നു അധികാരത്തിൽ, മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് NCP സഖ്യമായിരുന്നു അധികാരത്തിൽ. സ്വാമി അസിമാനന്ദയുടെ മൊഴി വരുന്ന 2010 ഡിസംബറിലാണ് മജിസ്ട്രേറ്റിന് മുമ്പാകെ കുറ്റസമ്മത മൊഴി കൊടുക്കുന്നത്. കുറ്റസമ്മത മൊഴിയാണ് കൊടുക്കുന്നത്. കുറ്റസമ്മത മൊഴി കൊടുക്കുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റ് സ്വാമി അസിമാനന്ദയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും പ്രഷറൈസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രയാസങ്ങളുണ്ടോ, നിങ്ങളുടെ ബുദ്ധി ശരിയായ രീതിയിൽ തന്നെയാണോ ഇപ്പോൾ ഉള്ളത്, ഇതൊക്കെ ചോദിച്ച് അതൊക്കെ സമ്മതിച്ചതിന് ശേഷമാണ് ഈ കുറ്റസമ്മത മൊഴി കൊടുക്കുന്നത്. ആ മൊഴിയിലാണ് ഇത് പറയുന്നത്. മലേഗാവ്, അതുപോലെ മക്ക മസ്ജിദ്, ഹൈദരാബാദ്, മക്ക മസ്ജിദ്, അജ്മീർ, പിന്നെ സംജോത എക്സ്പ്രസ്, ഇങ്ങനെ തുടങ്ങിയ പല സ്ഫോടനങ്ങൾക്ക് പിന്നിലും പ്രവർത്തിച്ചത് ഈ പറയുന്ന ഹിന്ദുത്വ ഭീകരവാദ ശൃംഖലകളാണ്. അത്തരം ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിൽ RSSന്റെ ഉന്നത നേതാവായ ഇന്ദ്രേഷ് കുമാറിൻ്റെ അറിവോടുകൂടെയാണ് എന്നുവരെ ആ കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സ്വാമി അസിമാനന്ദൻ ജയിലിൽ കഴിയുമ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ആക്രമണങ്ങൾ നടക്കാൻ പോകുന്നു എന്ന വിവരം ഇപ്പോഴത്തെ RSSന്റെ സർസംഘചാലകായ മോഹൻ ഭാഗവതിന് അറിയാമായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ കുറച്ച് വൈകിയാണെന്ന് വിചാരിക്കുക. പക്ഷേ 2010 ഇന്ദ്രേഷ് കുമാർ വരെയുള്ള കാര്യങ്ങൾ അസിമാനന്ദ കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് UPA സർക്കാരാണ് ഭരിച്ചത്. പിന്നെ 4 കൊല്ലം UPA സർക്കാർ ഭരിച്ചു. ഒരു പൊളിറ്റിക്കൽ വില്ലുണ്ടായിരുന്നുവെങ്കിൽ ഇതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് അന്വേഷണ ഏജൻസികളെ നയിക്കാൻ അന്നത്തെ UPA സർക്കാരിന് സാധിക്കുമായിരുന്നു, കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുമായിരുന്നു. അന്ന് മഹാരാഷ്ട്ര ഭരിച്ചിരുന്നതും കോൺഗ്രസ് NCP സർക്കാരായിരുന്നു. അപ്പോൾ അവരന്ന് ആ ഇച്ഛാശക്തി കാണിക്കാതിരുന്നതിൻ്റെ അപകടം കൂടിയാണ് ഇപ്പോൾ NIAയുടെ സ്പെഷ്യൽ കോടതിയിൽ നിന്ന് വന്ന വിധി. അല്ലാതെ ഇത് 2014 മുതലുള്ള അട്ടിമറി മാത്രമായിട്ട് നമ്മൾ കാണരുത്. ഇത് 2008 ഈ പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ അറസ്റ്റ് ചെയ്ത സമയം മുതൽ 2014 വരെ ഏതാണ്ട് 6 വർഷമുണ്ട്. ഈ 6 വർഷത്തിനിടയിൽ 2014 സ്വാമി അസിമാനന്ദയുടെ കുറ്റസമ്മത മൊഴി വരുന്നുണ്ട്. പിന്നെയും 4 വർഷമുണ്ട്. അവിടെ ഇച്ഛാശക്തിയോടുകൂടി ഇടപെടുകയും യഥാർത്ഥത്തിലുള്ള ഭീകരവാദ ശൃംഖലയിലേക്ക്, ഹിന്ദുത്വ ഭീകരവാദ ശൃംഖലയിലേക്ക് എത്തണം എന്ന ഉറപ്പോടുകൂടി ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല വിധി വരിക. അല്ലെങ്കിൽ ഇതിനേക്കാൾ നേരത്തെ തന്നെ ഇതിൻ്റെ ട്രയൽ പൂർത്തിയാകും, വിധി വരികയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതിന് അന്നത്തെ UPA സർക്കാരോ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. അതുകൊണ്ടുകൂടിയാണ് 2014 മുതൽ അട്ടിമറിക്കാനുള്ള ഒരു അവസരം ഇവർക്ക് കിട്ടുന്നത്. എങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു ഹിന്ദുത്വ ടെറർ നെറ്റ്വർക്ക് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട് എന്നും, അതിൽ ഇപ്പോൾ കേണൽ ശ്രീകാന്ത് പ്രസാദ് പുരോഹിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈന്യത്തിലുണ്ടായിരുന്ന ആളുകളാണ്. രമേശ് ഉപാധ്യായയും സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥത്തിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. അതായത് ഇതിലൊക്കെ ഇത്തരം ആളുകളുടെ ഒരു പ്രവർത്തനം നടക്കുന്നു. അവരെ ആ ശൃംഖല ഉപയോഗിച്ചുകൊണ്ടുകൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇത്തരം വിവരങ്ങൾ ഒരു പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്നു എന്നുള്ളത് ഈ പറയുന്ന കേസിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അതിൽ ഇപ്പോൾ ഈ ഹേമന്ത് കർക്കറെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥന് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതൊന്നും സാധിക്കുമായിരുന്നില്ല. അന്നിപ്പോൾ ഈ ബൈക്കിൻ്റെ ഉടമസ്ഥത പ്രഗ്യാ സിംഗ് ഠാക്കൂറിനാണെന്ന് മനസ്സിലാക്കി അവരെ അറസ്റ്റ് ചെയ്യുന്നു. അവരിൽ നിന്ന് കേണൽ ശ്രീകാന്ത് പുരോഹിതിലേക്ക് എത്തുന്നു. ഇതൊന്നും എത്തുമായിരുന്നില്ല ഒരുപക്ഷെ. ഹേമന്ത് കർക്കറെ പോലൊരു ഉദ്യോഗസ്ഥൻ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും എത്തുമായിരുന്നില്ല. അങ്ങനെ ഇങ്ങനത്തെ ഒരു നെറ്റ്വർക്ക് ഇവിടെ ഉണ്ടായിരുന്നു എന്നും അവരിത് ആസൂത്രണമായി ഇത്തരം സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം മുസ്ലിങ്ങളുടെ പുറത്ത് ചാരുകയായിരുന്നു എന്നുമുള്ള ഒരു സംഗതി പബ്ലിക്കിൻ്റെ അടുത്തേക്ക് വന്നു എന്നുള്ളതാണ് ഈ കേസിൻ്റെ. ഇപ്പോൾ ഈ കുറ്റവാളികൾ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ ഒഴിവാക്കപ്പെടുമ്പോൾ പോലും ഈ വസ്തുത കുറെയെങ്കിലും പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു പ്രാധാന്യം. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതിനൊക്കെ കാരണക്കാരായത് ഹേമന്ത് കർക്കറെ മുംബൈ ഭീകരാക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ്. പിന്നീട് NIA കേസ് ഏറ്റെടുക്കുന്നു. പിന്നീട് നടന്നൊക്കെ നമ്മൾ കാണുന്നു. ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കേസുകളാണെങ്കിലും തന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറ്റവാളികളെ മുഴുവൻ മോചിപ്പിക്കുക, അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടവരെ മുഴുവൻ കുറ്റവിമുക്തരാക്കുക എന്നുള്ളത് ഇങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ പ്രഗ്യാ സിംഗ് ഠാക്കൂർ തന്നെ ജാമ്യം കിട്ടി ശേഷം ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു, 5 വർഷം MP ആയി തുടരുന്നു. അപ്പോൾ ഇന്നലെ മലേഗാവ് സ്ഫോടനത്തിന്റെ വിധി വന്നപ്പോഴും കോടതി പറയുന്നത് പ്രോസിക്യൂഷൻ ഇങ്ങനെ ഒരു ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ. നടന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കൺമുമ്പിൽ കണ്ട കാര്യമാണല്ലോ. നടന്നിട്ടുണ്ട് എന്നുള്ളതും 6 പേര് മരിച്ചു എന്നുള്ളതും കുറെ പേർക്ക് പരിക്കേറ്റു എന്നുള്ളതും തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കോടതി പറഞ്ഞു തരേണ്ട കാര്യമല്ലല്ലോ. പക്ഷേ അവിടെയുള്ളവർക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ അപ്പോഴും ബാക്കി നിൽക്കല്ലേ. കാരണം ഇനി ഈ കേസൊക്കെ ആരാണ് അന്വേഷിക്കുക? ഇനി ആരെങ്കിലും ഇത് റീഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇനി ഇത് റീഓപ്പൺ ചെയ്യാൻ യാതൊരു സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇതിനിപ്പോൾ അപ്പീൽ പോകുമെന്നുള്ളത് പോലും നമ്മൾ കണ്ട് അറിയണം.
അപ്പീൽ പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി ഒരു എന്താ പറയുക, ഒരു പേരുദോഷം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് പേരിനൊരു അപ്പീൽ പോവുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അപ്പീൽ പോയാൽ തന്നെ ഇപ്പം തന്നെ 17 വർഷം കഴിഞ്ഞിട്ടാണ് ഈ കേസിൻ്റെ എന്താ പറയുക ട്രയൽ പ്രൊസീഡിങ്സ് പൂർത്തിയാകുന്നത്. അപ്പീൽ പോയാൽ തന്നെ എത്ര കാലം എടുക്കുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഫസ്റ്റ് അപ്പീൽ ഹൈക്കോടതിയിലായിരിക്കും പോകേണ്ടി വരിക. NIA സ്പെഷ്യൽ കോർട്ട് ആയതുകൊണ്ട് ജസ്റ്റ് ഹൈക്കോടതിയിലായിരിക്കും പോവുക. ഹൈക്കോടതിയിൽ പോയാൽ എത്ര കാലം എടുക്കുക അപ്പീൽ പരിഗണിക്കാൻ? അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ പോകാം. അപ്പോൾ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനുള്ളൊരു അവസരം അവിടെ ബാക്കി കിടക്കുകയാണ്. അത് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, അപ്പീൽ പോകാൻ തന്നെ NIA തയ്യാറാകണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ വേണ്ടി വരും. ജാമ്യം അനുവദിക്കും എന്ന് ഉറപ്പ് പറയുന്ന ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ അവരുടെ ഇംഗിതത്തിനനുസരിച്ചായിരിക്കുമല്ലോ NIA ഒരു തീരുമാനം എടുക്കുക. ആ ഇംഗിതത്തിനനുസരിച്ചാണല്ലോ NIA 2014 ശേഷം രോഹിണി സല്യാൽ എന്ന് പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ കണ്ടിട്ട് നിങ്ങൾ പ്രതികളുടെ കാര്യത്തിൽ മൃദു സമീപനം സ്വീകരിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാട് കോടതിയിൽ എടുക്കരുതെന്നോ പറഞ്ഞത് ഇതേ ആളുകളുടെ നിർദ്ദേശപ്രകാരമായിരിക്കുമല്ലോ. അപ്പോൾ ഈ നിർദ്ദേശം അനുസരിച്ച് NIA ഉദ്യോഗസ്ഥർ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോഴും നിർദ്ദേശം അനുസരിക്കാൻ കാത്തു നിൽക്കുന്നത്. അപ്പോൾ ആ പൊളിറ്റിക്കൽ ഡിസിഷൻ എന്തായിരിക്കും? നിങ്ങൾ അപ്പീൽ പോകണോ വേണ്ടയോ? എൻ്റെ ഒരു തോന്നലിൽ അപ്പീൽ പോകാൻ ഒരു സാധ്യതയില്ല. അതിന് പാകത്തിനൊരു നിയമോപദേശം ഉണ്ടാക്കിയാൽ മതി. ഈ കോടതി വിധി വായിച്ചിട്ട് ഇതിൽ കൂടുതലൊന്നും ഇനി വാദിക്കാനില്ല, അല്ലെങ്കിൽ ഇത് ഇനി അപ്പീൽ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടൊരു നിയമോപദേശം എഴുതി കൊടുക്കാൻ അവിടെ തുഷാർ മേത്ത റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അപ്പീൽ പോകുമെന്നുള്ളത് തന്നെ കണ്ടറിയണം. ഇതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ സത്യത്തിൽ ഇന്നലെ കോടതി ചെയ്യേണ്ടത് എന്താ? ഈ പ്രോസിക്യൂഷന് ഇത് കൃത്യമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണെങ്കിൽ ഇതിനൊരു അവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് കോടതി പ്രോസിക്യൂഷൻ തെളിയിക്കാൻ പറ്റി എന്ന് കോടതി പറയുന്നുണ്ടല്ലോ. ഇത് നടത്തിയത് ആരാണെന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടല്ലോ. അപ്പം അങ്ങനെയാണ് ഒരു പുനരന്വേഷണം നടത്തണം എന്ന് പറയണ്ടേ? അതൊന്നും കോടതി പറയുന്നില്ല. കോടതി പറയുന്നത് വെച്ചാൽ ഒരു ഗ്രേവ് സസ്പിഷൻ ഇവരുടെ പുറത്തുണ്ട്, ഗുരുതരമായൊരു സംശയം ഈ പറയുന്ന ആളുകളുടെ പുറത്തുണ്ട്. പക്ഷേ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് ശിക്ഷിക്കാൻ പറ്റില്ല. അത് ശരിയാണ്, സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെയും ശിക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ആനുകൂല്യം നൽകിക്കൊണ്ട് ഇവരെ വെറുതെ വിടുന്നു എന്ന് മാത്രമാണ് കോടതി പറയുന്നത്. അല്ലാതെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തേണ്ടതല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പോലും കോടതി ചോദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 2008 മലേഗാവ് സ്ഫോടനത്തിൻ്റെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും മുന്നോട്ട് പോക്കുണ്ടാവും എന്ന് നമ്മൾ കരുതുന്നത് എന്താ പറയുക വിഡ്ഢിത്തമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആ മരിച്ച മനുഷ്യരുടെ ബന്ധുക്കൾ, പരിക്കേറ്റ ആളുകൾ, പരിക്കേറ്റിട്ടൊക്കെ ചിലപ്പോൾ ആജീവനാന്തം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. അംഗവൈകല്യം സംഭവിച്ച ഒരുപാട് പേരുണ്ടാവും. അവരുടെയൊക്കെ ഒരു മനസ്സിലുണ്ടാവുന്ന ഒരു പ്രയാസം ഉണ്ടല്ലോ. അതിപ്പോൾ ആരെങ്കിലും ഒരാളെ കഴിവേറ്റിയതുകൊണ്ട് ആ മനസ്സമാധാനം ഉണ്ടാവും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും നമ്മളോടൊരു അനീതി ചെയ്തതിന് ഈ രാജ്യം ഒരു പരിഹാരം കാണുന്നില്ലല്ലോ എന്ന തോന്നൽ അവരിലുണ്ടാക്കുന്നൊരു വേദനയുണ്ട്. അത് അവശേഷിക്കുകയായിരിക്കും ചെയ്യും. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ വിധി വന്ന സമയത്ത് പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് ഇവിടെ ഹിന്ദുത്വ ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനെ വിധികളൊക്കെ സംഭവിക്കുമ്പോഴും ഇതിനെ ഇവിടുത്തെ പ്രതിപക്ഷം നേരിടുന്ന ഒരു രീതി അത് പര്യാപ്തമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇന്നലെ പ്രതിപക്ഷ നിരയിലൊരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ ഒരു ബൈറ്റ് തന്നെ കോടതി പറഞ്ഞ് സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം ഒന്ന് അംഗീകരിക്കണ്ടേ, കോടതി നുണ എന്ന് പറഞ്ഞാൽ നുണ എന്ന് അംഗീകരിക്കാം, ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണോ ഈ സമയത്ത് പ്രതിപക്ഷം എടുക്കേണ്ട ഒരു രീതി? പ്രതിപക്ഷം എടുക്കേണ്ട രീതി ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ കോടതി ഒരു തീർപ്പുണ്ടാക്കിയിരിക്കുന്നു, ഞങ്ങൾ അതിനെ ബഹുമാനിക്കുന്നു. പക്ഷേ അതിലെ പാളിച്ചകളുണ്ടെങ്കിൽ അത് ഞങ്ങൾ ചോദ്യം ചെയ്യും. അത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ പറയുന്ന ആളുകൾക്ക് ഇതിലെ പങ്കാളിത്തം എന്താണ് എന്ന് രാജ്യത്തിന് അറിയേണ്ടതുണ്ട് എന്നെങ്കിലും പറയാനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷം കാണിക്കേണ്ടതാണ്. അത് പറയാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പറയേണ്ട പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസ്സിന് അത് പറയാനുള്ള ധാർമ്മികമായ ശക്തി ഇല്ല എന്നുള്ളിടത്താണ് പ്രശ്നം. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 4 കൊല്ലം അധികാരത്തിൽ ഇരുന്നിരുന്നു അവർ, അല്ലെങ്കിൽ 3 കൊല്ലം പൂർണ്ണമായിട്ടും കൺട്രോളിൽ അവരുണ്ടായിരുന്നു. അക്കാലത്ത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അവർക്ക് സാധിച്ചില്ല. RSSൻ്റെ മുൻനിരയിലുള്ള നേതാവായ ഇന്ദ്രേഷ് കുമാറിന് ഈ ഭീകര ആക്രമണങ്ങളെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന ഒരാളുടെ കുറ്റസമ്മത മൊഴി മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ നിൽക്കെ അതിലേക്കൊരു അന്വേഷണം പോകണമെന്ന് പോലും തീരുമാനിക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ എന്തെങ്കിലും പറയാനുള്ള ഒരു ആത്മധൈര്യം അവർക്കുണ്ടാവില്ല. അത് മാത്രമല്ല, ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് നഷ്ടമാവുമോ എന്നുള്ളൊരു പേടിയുണ്ടാവും. അപ്പോൾ ബാബറി മസ്ജിദ് കേസിലെ വിധി വന്നപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് ലീഡർഷിപ്പ് റിയാക്ട് ചെയ്തതെന്ന് ആലോചിച്ചാൽ മതി. അവിടെ ക്ഷേത്രം പണിയാം എന്ന് വിധി വന്നപ്പോൾ അതിനെ സ്വീകരിക്കുകയാണ് അവർ ചെയ്തത്. അതുപോലെ ക്ഷേത്ര നിർമ്മാണത്തിന് ക്ഷണിച്ചപ്പോൾ വളരെ എളുപ്പത്തിൽ അങ്ങോട്ട് പോകാൻ തയ്യാറായ കോൺഗ്രസ് നേതാക്കളുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവരുടെ ഒരു രീതി. അതിലൊരു പ്രശ്നമുണ്ട്.
അതുകൊണ്ടാണ് ആ കോൺഗ്രസ് അടക്കമുള്ള കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾക്ക് വളരെ എന്താ പറയുക രൂക്ഷമായിട്ട് ഇതിനോട് പ്രതികരിക്കാൻ സാധിക്കാത്തത്. എന്നാൽ ബാക്കി പ്രതിപക്ഷ പാർട്ടികളോ അവരും ഒരു സാമ്പ്രദായികമായിട്ടുള്ളൊരു പ്രസ്താവന ഇറക്കുന്നുണ്ട്. അതിനുപരിയായിട്ട് ഇതിനെ കുറെ കൂടെ ഡിസെക്ട് ചെയ്തിട്ട് ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലും ലീഗൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെ വെച്ചുകൊണ്ട് ഇത് ഡിസെക്ട് ചെയ്തിട്ട് ഇതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം വസ്തുതയുണ്ട്. ഇപ്പോൾ UAP അനുമതിയുടെ കാര്യം കോടതി പറയുന്നു, അത് വസ്തുതാപരമാണോ അല്ലയോ കോടതി ചോദ്യം ചെയ്യേണ്ട, ജനങ്ങളോട് പറയാമല്ലോ ഇത് കോടതി പറഞ്ഞത് ശരിയല്ല, അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങൾ ഇന്നതായിരുന്നു, അത് വേണ്ട രീതിയിൽ കോടതി പരിഗണിച്ചിട്ടില്ല, അത് പരിഗണിക്കാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ കോടതിക്ക് പറയാമല്ലോ. അല്ലെങ്കിൽ ഈ ചാർജ് ഷീറ്റിന് മുമ്പ് ചാർജ് ഷീറ്റിൻ്റെ ഒപ്പം സമർപ്പിക്കപ്പെട്ട രേഖകളിലെ വസ്തുതകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കേണൽ ശ്രീകാന്ത് പുരോഹിതൻ്റെയോ രമേശ് ഉപാധ്യായയുടെ ആരുടെയോ ഒരാളുടെ ലാപ്ടോപ്പിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങൾ ട്രാൻസ്ക്രൈബ് ചെയ്ത് കോടതിയുടെ മുമ്പാകെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നേരത്തെ ട്രാൻസ്ക്രൈബ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അതിലെ വിവരങ്ങളൊക്കെ നാട്ടുകാരോട് പറയാമല്ലോ. പക്ഷേ ഇതൊന്നും നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളൊന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവരൊരു സാമ്പ്രദായികമായൊരു ഇത് ശരിയായില്ല, ഈ വിധി ഇപ്പോൾ ഇത് CPM പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവന സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിധിച്ചത് ശരിയായില്ല എന്നുള്ളൊരു പ്രസ്താവന മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത്. അപ്പോൾ ഇനിയുള്ള കാലത്ത് ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളൊരു തോന്നലിലാണ് പ്രതിപക്ഷം പോലും ഇരിക്കുന്നത് എന്നുള്ളൊരു പ്രതീതിയാണ് നമുക്കൊക്കെ അത് കാണുമ്പോൾ ഉണ്ടാവുക. റൈറ്റ്. മലേഗാവ് സ്ഫോടന കേസിലെ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുകയാണ്. ഇങ്ങനെ സ്ഫോടനങ്ങൾ നടന്ന ഒരു കാലഘട്ടം, അതിൻ്റെ ബാക്കി പത്രം എന്നോണം ആ നീതി അതിൻ്റെ ഇരകൾക്ക് നമ്മുടെ രാജ്യത്തിന് ലഭ്യമാകേണ്ടതാണ്. പക്ഷേ പ്രതികളെ വെറുതെ വിടുന്ന കാഴ്ചകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അവിടെ അന്ന് ജീവൻ നഷ്ടമായവർക്ക്, അതിൽ അംഗവൈകല്യം സംഭവിച്ച് പരിക്കേറ്റ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മുടെ രാജ്യത്തിന് എന്ന് നീതി ലഭ്യമാകും, അതിന് നീതിപീഠം എന്ന് പ്രാപ്തമാകും എന്നതാണ് വീണ്ടും നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കേണ്ട ചോദ്യം. നിർഭാഗ്യവശാൽ ആ ചോദ്യം ഉന്നയിക്കേണ്ടവർ പോലും ഉന്നയിക്കുന്നില്ല എന്നതാണ് സങ്കടകരം. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.